Assalamualaikum, welcome back. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ സ്ലായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗസ്റ്റ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തമിഴം കേട്ടപ്പോൾ തന്നെ എൻ്റെ സംഭവം ഒന്ന് പിടികിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ വീട്ടിലെത്തി. ഇതാണ് ഫൈസൽ ഖാൻ്റെ ഫാമിലി. ഇത് ഫൈസൽ ഖാൻ, ഇത് നസറിത്ത, ഇത് ഫൈസൽ ഖാൻ്റെ കുട്ടികളാണ് രണ്ടുപേര്. ഒരാളും കൂടെ ഉണ്ട്, അവർ പുറത്തു പോയതാണ്. ഇത് അവരുടെ കസിനാണ്, അവരിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഫുഡ് കൊടുക്കണം. കാരണം ഇവരുടെ മൂഡ് എങ്ങനെ ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്ന് കൂളാവും. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ്. മെയിനായിട്ട് എലിയാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാറ്. എലിക്ക് ഏകദേശം 12 പീസിന് നാട്ടിൽ 1200 രൂപ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ ഫുഡ് കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചില്ല. കാരണം ചോദിച്ചപ്പോൾ ഫൈസൽക്ക് പറഞ്ഞത് ഇവരെ കെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ. പിണങ്ങി കഴിഞ്ഞാൽ 1 വർഷം വരെ ഫുഡ് കഴിക്കാതിരിക്കാനുള്ള കഴിവ് ഇവർക്കൊക്കെ ഉണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് ഇതിന് ഫുഡ് കൊടുക്കാറ്. പിന്നെ കൂടുതൽ കൊടുക്കാനും പാടില്ല. 2 എലികളെ വെച്ചിട്ടാണ് ഒരാൾക്ക് കൊടുക്കാറ്. ഇവരുടെ ക്യാരക്ടറും പിന്നെ കാട്ടിലുള്ള പാമ്പിൻ്റെ ക്യാരക്ടറും തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. ഇവരെ വെച്ചിട്ട് ഒരിക്കലും അവരെ കമ്പയർ ചെയ്യരുത്. ഇവർ ശരിക്കും പെറ്റിനത്തിൽ പെട്ടതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഭയങ്കര സേഫാണ് കേട്ടോ. പാമ്പുകളെ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ ഇങ്ങോട്ട് ആക്രമിക്കുള്ളൂ, അതുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരൊക്കെ നാവിലൂടെയാണ് കേട്ടോ സെൻസ് ചെയ്യുന്നതൊക്കെ. ഇവർക്ക് കാഴ്ച കുറച്ച് ബ്ലറായിരിക്കും, പിന്നെ ചെവി കേൾക്കില്ല. പിന്നൊരു കാര്യം, ഇവരൊക്കെ 1 വർഷം കഴിഞ്ഞാലാണ് ബ്രീഡിങ് ചെയ്ത് തുടങ്ങുക. 4 to 10 മുട്ട വരെ ഇവർക്കൊക്കെ ഇടാൻ പറ്റും. ഇത് ശരിക്കും ആഫ്രിക്കൻ പാമ്പുകളാണ്. ഈ പാമ്പുകളൊക്കെ ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബോൾ പൈത്തൺ ആൻഡ് റോയൽ പൈത്തൺ എന്ന 2 പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. റൗണ്ട് ഷേപ്പിൽ കിടക്കുന്ന കാരണമാണ് ഇതിന് ബോൾ പൈത്തൺ എന്ന് പേര് വിളിക്കാൻ കാരണം. റോയൽ പൈത്തൺ എന്ന് പേര് വിളിക്കാൻ കാരണം ഈജിപ്തിലെ റാണിയായ ക്ലിയോപാട്ര ഈ ഇനത്തിൽപ്പെട്ട പാമ്പിനെ വളർത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ഈ ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്ക് മലേഷ്യയിൽ 400 മുതൽ 50,000 റിങ്കിറ്റ് വരെ വില വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന പാമ്പുകളില്ലേ, അവർക്ക് ഏകദേശം 2500 റിങ്കിറ്റ് വരെയാണ് വില വരുന്നത്. അപ്പോൾ ഇതാണ് റംദാൻ, നമ്മുടെ ഫൈസൽ ഖാൻ്റെ 2ാമത്തെ മോനാണ്. അപ്പോൾ ഇവനാണ് നമുക്ക് പാമ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാമ്പിനൊന്ന് പരിചയപ്പെട്ടാലോ. ഹായ്, ഇത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്നേക്ക് ആയിട്ട്. ഇതിൻ്റെ പേര് ബനാന ചാമ്പ്യൻ. ഇതിൻ്റെ ലെങ്ത്ത് മാക്സിമം ലെങ്ത്തിൻ്റെ പകുതി ആയിരിക്കും. 2.5 ഫീറ്റ് ഉണ്ട്. ഇതിന് വെയിറ്റ് 2.5 കിലോ. മാക്സിമം ഇതിൻ്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ 5 കിലോ മാക്സിമം വെയിറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ആൽബിനോ സ്നേക്ക് ആയിട്ട്. സീസൊക്കെ ശ്രദ്ധിച്ചില്ല തന്നെ ഉണ്ടോ, കുറച്ച് ഗ്രേ കല്ലുകല്ലേ അല്ലേ, അത് തൊലി മാറ്റാൻ പോയിട്ടുണ്ട്. ആ മൂഡിലാണ് ഇപ്പോൾ. സ്പൈൻ്റെ ബംബൽബി ഇതിൻ്റെ പ്രത്യേകത ഇതിൽക്ക് 4 ഇതുണ്ട്. എന്താ പറയാ, ബ്ലഡ് ടൈപ്പ് മീൻസ് 4 സ്നാക്കിന്റെ ടൈപ്പുകളുണ്ട്.
അപ്പോൾ ഇതിൻ്റെ മൂടാന്ന് വെച്ചെങ്കിൽ കണ്ണുണ്ടോ ശരിക്കും ചെറിയ കണ്ണ് ഓക്കെ അത് മാറ്റാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ടോ അപ്പോൾ അതിൻ്റെ കണ്ണ് ഒന്നായിട്ട് നിൽക്കുന്നത് ആകായിട്ട് അപ്പോൾ ഓൻ ചൂടിലാണ് ഓൻ കളിക്കില്ല. അപ്പോൾ ഇത് ബോൾ പൈത്തൻ നമ്മൾ എന്താ വിളിക്കുക ഫാമിലിയിൽ വലുതാണെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ സാധനമാണ് സേഫ്റ്റി. പിന്നെ ലോകത്തിൽ 5000-ന് മേലെ വ്യത്യസ്തമായ ജീനുകളിൽപ്പെട്ട ബോൾ പൈത്തൺ പാമ്പുകളുണ്ട്. പല ജീനുകളിൽപ്പെട്ട പാമ്പുകളെ ഇണ ചേർത്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഏത് ജീനിൽപ്പെട്ട പാമ്പുകളാണെന്ന് കമ്പയർ ചെയ്യാറുമുണ്ട്. നിലവിലുള്ള പാമ്പുകളെ അപേക്ഷിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ജീൻ ഏതെങ്കിലും വ്യത്യസ്തമുണ്ടെങ്കിൽ നമുക്ക് ആ പാമ്പിനെ പുതിയ പേര് നിർദ്ദേശിക്കാം. പിന്നീട് ലോകത്ത് ആ ജീനിൽപ്പെട്ട പാമ്പുകൾ ഈ പേരിലാണ് അറിയപ്പെടുക. നോർമൽ ബോൾ പൈത്താണ് ഏറ്റവും ബേസിക്. ഇതിൻ്റെ ജീവിയോ ഇത് 7 കൊല്ലം ഈ പാമ്പിൽ ഫസ്റ്റ് ഇതായിരുന്നു. പിന്നെ കുറച്ചായിട്ട് കാണിക്കാൻ 5 വന്നില്ല. അത് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് യെല്ലോ ബേലി കിട്ടുന്നുണ്ട്, ലേപ്പറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഫ്രണ്ട്ലി ആണ്. നമ്മൾക്ക് ആകെയുള്ളത് ഇതാണ് ഏറ്റവും ഫ്രണ്ട്ലി. ഇതിൻ്റെ മുമ്പത്തെ ഓണെങ്കിൽ പെണ്ണായിരുന്നു. അപ്പോൾ അടുപ്പായിരുന്നു പാമ്പിലൂടെ എല്ലാം ദിവസം കളിച്ചായിരുന്നു. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഇതിനൊന്നുകൂടെ പ്രത്യേകത വെച്ചാൽ പാമ്പിൻ്റെ ആ മൂടിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കരുത്, നമ്മൾ വലിക്കാൻ പറ്റും. അപ്പോൾ വലിച്ച ചിലപ്പോൾ ദേഷ്യം ഒന്ന് ഇട്ടത് വേദന ആകില്ല. മീൻസ് ഇതിന് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഒന്ന് ഇത് അടിക്കും തിരിച്ചു വിളിക്കും. ആ ഇത് മലേഷ്യൻ പൈത്തല്ല, അത് വാങ്ങിയില്ല. വൻ കഷ്ടം, പഠിച്ച പിന്നെ വിടില്ല. ഇതിന് നമ്മളുടെ തൊലി മാങ്ങാണെങ്കിൽ നമ്മൾക്ക് ഒരു സാധനം അറിയാന്ന് വെച്ചാൽ വലുതാവും ഉണ്ടാവും. അപ്പോൾ വലുതായി കൊണ്ട് മാകുമ്പോൾ തൊലി മാങ്ങിക്കൊണ്ട് വെക്കും. തൊലി കാണണം. ഇതിന് മുമ്പ് തൊലി മാറ്റി ഇത് സ്മൂത്തായിട്ട് കാണും. അപ്പോൾ സ്ക്രൈൻ മൂടെ മാകാണെങ്കിൽ അപ്പോൾ പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ പിടിച്ചിട്ട് കുറേ പ്രാവശ്യം തൊട്ടാണ്. അപ്പോൾ ആ മൂട് മാറുള്ളൂ. ഇത് ലെപ്പറ്റ് ഏകദേശം 2.2 കിലോ ഉണ്ടാവും. അപ്പോൾ ഈ സാധനമാണെന്ന് വെച്ചെങ്കിൽ ഇത് കുറേ അങ്ങനെ തിന്നില്ല. ഏകദേശം 2 ആഴ്ചയായിട്ട് ഭക്ഷണം കൊടുക്കും. ഏകദേശം 2 ആഴ്ച സ്കിപ്പാവും ഇത് തിന്നില്ലായിട്ട്. ഇതിൻ്റെ ലെങ്ത് അപ്പോൾ മാക്സിമം ആയില്ല. ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഇത് ഒന്നും എനിക്ക് തോന്നുന്നത് ഭംഗിയായിട്ട് കാണണല്ലോ. ഇത് ഭാഗ്യത്തിൽ ഇതിന്റെ ഗ്രാൻഡ് ഫാദർ ആ ഇത് ഞാൻ കാണിച്ചു ജലബേലി ആ ഇതില്ല ബനാന അതിന്റെ ജെല്ലുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ടച്ചപ്പായിട്ട് കാണും. ഫീമെയിലും മെയിലായിട്ട് ഇത് രണ്ടുമായിട്ടായിരുന്നു. അപ്പോൾ പ്രൊഫഷണൽ ആയെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ ഇതിങ്ങനെ എടുക്കും, ഇങ്ങനെ ആക്കും, ഇങ്ങനെ വലിച്ചു. അപ്പോൾ ഏകദേശം ആണുണ്ടല്ലേ ആ ഭാഗി അവിടെ ഇങ്ങനെ കാണാം. ഏകദേശം 30 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ്. എന്നാൽ 47 വർഷം വരെ ജീവിച്ച പൈത്തൺ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് ഫിലാഡൽഫിയയിലെ സൂവിലുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ നോർമൽ പൈത്തണില്ല, അതിന്റെ മോളിലായിട്ട് ഇതാണ് വനില. ഓക്കെ, ഇതിന്റെ പ്രത്യേകത അതിന്റെ കുറച്ച് ആയിട്ട് ലൈറ്റ് കളറായിട്ട്
പിന്നെ ലെങ്ത് ഇതൊക്കെ ഇത് ഫുൾ ലെങ്ത്തിൽ ഏകദേശം ആയില്ലോ. ഇതൊക്കെ ഫുൾ ഭക്ഷണമായിട്ട് തിന്നുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇയാളെ വലിയ തിന്നുണ്ടെങ്കിൽ ഇവനക്ക് കൊടുക്കും. അപ്പോൾ ഇവന് തിന്നിട്ട് കുറച്ചുകൂടി മാക്സിമം ലെങ്ത് ഉണ്ടാവും. വീട്ടിൽ ഇതൊക്കെ 2.8 3 കിലോ ഉള്ളൂ. ഇതിന്റെ പേര് 5 ആണ് സൈറ്റില്. അപ്പോൾ ഇതിനെ രണ്ട് മിക്സ് ചെയ്തെങ്കിൽ ബനാന ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ആ ബനാന അല്ലേ അതിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് കണ്ടുവരും. ഈ പാമ്പുകളുടെ നോർമൽ വലിപ്പം വരുന്നത് 3.5 to 5 feet ആണ് കേട്ടോ. ഇത് ഫയകാണ്. ഇതിന്റെ വയസ്സ് ഏകദേശം കണ്ടുമല്ലോ. ഇവന് ഏകദേശം ഉണ്ടെങ്കിൽ 4 കിലോ ആയിട്ടും. ഇതിന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുന്ന ഇത് ഫീമെയിൽ, ഇത് മെയിൽ. അപ്പൊ ഇത് നമ്മള് വാങ്ങിന്റെ പേരായിട്ടാണ്. അപ്പൊ ഇതിന്റെ ചിൽഡ്രൻ ആയിട്ട് കാണുന്ന ആ സാധനം കുറച്ചുകൂടി മോഡൽ കിട്ടും, കുറച്ചുകൂടി ക്രീമായിട്ട് കാണുന്നത്. നമ്മള് കല്യാണം അയക്കുന്ന മുമ്പേ പാമ്പിനെ ഫീമെയിൽക്ക് കുറച്ചുകൂടി 3 കിലോ 2 കിലോ കുറച്ചുകൂടി ഉണ്ടാകും മേലിന് വേണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ ലൈസൻസ് എങ്ങനെ കിട്ടുന്നത് എന്ന്. അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തെന്ന് വെച്ചാൽ പെറ്റ്സിനെ വാങ്ങിയ റെസീറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കൊടുക്കണം. എന്നിട്ട് അവരത് ചെക്ക് ചെയ്ത് ലൈസൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 1 year ആണ് ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് വരുന്നത്. ലൈസൻസ് റിന്യൂ ചെയ്യാൻ ഒരു പാമ്പിന് 5 റിങ്കിറ്റാണ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലൈസൻസ് എക്സ്പയർ ആയാൽ 50,000 റിങ്കിറ്റ് വരെ ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു പെറ്റ് ഷോപ്പിലാണ്. ഇവിടെ കുറേ ഡിഫറൻസ് പെറ്റ്സുകളുണ്ടെന്ന് ഫൈസൽക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കൊരാഗ്രഹം പോയി കാണാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്.
വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു രക്ഷയില്ല. ഈ റെസിഡൻസിൽ തന്നെ 7th ഫ്ലോർ നസിർത്താടെ ഒരു അടിപൊളി കഫേ ഉണ്ട്, കഫേ കിതാബി. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ വയസ്സിൽ പെറ്റ് ഷോപ്പിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ബാക്കിൽ കാണുന്നില്ല, അതൊരു വണ്ടർലാൻഡ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പോയി നോക്കി. പക്ഷേ കോവിഡ് കാരണം ആരും കയറ്റി വിട്ടുന്നില്ല അവിടെ. അപ്പോൾ നമുക്ക് ഫൈസൽക്കും മക്കളും എല്ലാവരും നസറത്ത് എല്ലാവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.